ഹൈദർ പൈസ വാങ്ങി, ശരി, ഇന്നാണ് എനിക്കിത് മനസ്സിലായത്. ഹൈദർ പൈസ വാങ്ങിയിട്ടുണ്ടാവും. എന്റെ ഫോൺ ഹൈദർ എടുക്കണില്ല. ആ കുട്ടിനെ എനിക്ക് കല്യാണം കഴിച്ചു തരാൻ പറ്റുമെന്ന് അപ്പൊ സമ്മതിച്ചില്ല. പിന്നെ എന്ത് ചെയ്തു, മൂപ്പര് ആ കുട്ടിന്റെ ഉമ്മാനെയും പാപ്പാനെയും ഒന്ന് മൂപ്പരുടെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ അള്ളാന്റെ റസൂലിന്റെ പേരക്കുട്ടിയാണ്, നിങ്ങളെ മകളെ എനിക്ക് കല്യാണം കഴിച്ചു തന്നാൽ ആ നിങ്ങളുടെ മകളെ വയറ്റിലുണ്ടാകുന്ന കുട്ടി ഹാമിദ് ഉള്ളിലേക്ക് വന്നു. അവരെ മുന്നിൽ നിന്ന് ആങ്കർ വന്ന് ഇതെടുത്ത് ഇന്നർവെയർ എടുത്ത് അവരെ മുന്നിൽ തന്നെ ഇതിട്ട് ഡ്രസ്സ് മാറി. മൂപ്പര് അങ്ങനെയാണ്. മൂപ്പർക്ക് അങ്ങനെ മടിയൊന്നുമില്ല. ഒരു ലജ്ജ എന്ന് പറഞ്ഞ അയാൾക്കില്ല. നമസ്കാരം, സലീൽ ബിൻ ഖാസിമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഹാമിദുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ വരുന്നുണ്ട്. മുംബൈയിലുള്ള ഒരു ഫോട്ടോസ്, ഒരു കോഴിക്കാല് കടിച്ചു പറിക്കുന്നത് പോലെയുള്ള ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് പല ആളുകളും കണ്ടിട്ടുണ്ട്. ആ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തത് ഇദ്ദേഹമാണെന്നാണ് പറഞ്ഞത്. ഇദ്ദേഹം PMS പൂക്കോയ തങ്ങളുടെ മകനാണ്. ഹാമിദിന് ഇജാസത്ത് കൊടുത്തു എന്ന് പറയപ്പെടുന്ന ഗുരുനാഥന്റെ മകനാണ്. ഇദ്ദേഹം അടക്കമുള്ള ആളുകളാണ് ഹാമിദിനെതിരെ ഒരു കോക്കസ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി പോയി എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്താണ് അതിന്റെ കാര്യം? എന്റെ പേര് കുഞ്ഞിക്കോയ തങ്ങൾ എന്നാണ്. പന്തല്ലൂരാണ് വീട്. PMS കുഞ്ഞിക്കോയ. ഹാമിദ് എന്റെ കൂടെ ബോംബെയിൽ ഉണ്ടായിരുന്നു. 2015 കൂടുതലൊന്നുമില്ല, 2 മാസം എന്റെ കൂടെ ഉണ്ടായിട്ടുള്ളൂ. ഫോട്ടോ നിങ്ങൾ ചോദിച്ച പോലെ ഞാന് അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് കൂടുതലൊന്നും അയച്ചു കൊടുത്തിട്ടില്ല. ഹാമിദിന്റെ മജ്‌ലിസൊക്കെ തുടങ്ങിയതിനു ശേഷം പല ഫോട്ടോകളും ഓരോ സോഷ്യൽ മീഡിയയിൽ കടന്ന് കളിക്കുന്നുണ്ട്. അത് എല്ലാതൊന്നും ഞാൻ കൊടുത്തതല്ല. ഞാനൊരു 2 ഫോട്ടോ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള ഫോട്ടോസിന്റെ ഒക്കെ കഥകൾ എനിക്കറിയാം. ഈ ഹാമിദ് എന്ത് ചെയ്യും, ബോംബെയിലുള്ള സമയത്ത് തന്നെ എന്നോട് ആദ്യം പറയലുണ്ട്, എവിടെ പോയാലും എന്ത് ചെയ്യണം, ഫോട്ടോ ഇങ്ങനെ എടുത്തോണ്ടിട്ടോന്ന് പറയും. ആരോട് സംസാരിക്കുകയാണെങ്കിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി പറയും. അപ്പൊ ശരി എന്നായിക്കോട്ടെ പറഞ്ഞിട്ട് ഞാൻ അത് എടുക്കലുണ്ട്. ഫോട്ടോ ഒരു വീട്ടിലിരിക്കാന്നുണ്ടെങ്കിൽ അവിടെ ലേഡീസ് ഉണ്ടെങ്കിൽ അവരോട് സംസാരിക്കായിരിക്കും. അപ്പോഴും എന്നോട് ഫോട്ടോ എടുക്കാൻ പറയും. ഫോട്ടോ എടുക്കുന്ന പറയും. ഞാൻ ഫോട്ടോ എടുക്കും. അന്നൊക്കെ ചെറിയ ഫോണുകളാണ്, ഈ സാംസങ്ങിന്റെ ഗാലക്സി അങ്ങനത്തെ ഫോണുകളാണ്. പക്ഷെ ഈ ഹാമിദിന് അറിയില്ല, അന്നെടുത്ത ഫോട്ടോ ഇന്നും എന്റെ കയ്യിൽ 10 കൊല്ലം കഴിഞ്ഞിട്ട് ഇന്ന് എന്റെ അടുത്ത് ഉണ്ട്. ഞാൻ അതിനുശേഷം കുറെ ഫോണുകൾ മാറ്റി വേറെ ഉപയോഗിച്ചു. പക്ഷെ അത് ഗൂഗിളിൽ എന്തുണ്ട് കയറി കിടക്കുന്നുണ്ട്. ഹാമിദ് ഇങ്ങനെ മജ്‌ലിസൊക്കെ തുടങ്ങി ഇങ്ങനെ പ്രശ്നമായ സമയത്ത് ഞങ്ങളെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി തമ്മിൽ. അത് ഇവിടെ ഞങ്ങളെ കുടുംബത്തിലുള്ള ആൾക്കാർക്കാരെ ഇവിടെ തൊട്ടടുത്തൊരു വീട്ടിൽ ഹാമിദ് വന്നു. അവിടുന്ന് തിരിച്ച് മജ്‌ലിസൊക്കെ തുടങ്ങിയ ശേഷം തിരിച്ച് ഹാമിദ് പോണ സമയത്ത് അവിടെയുള്ള ആളുകൾ ചോദിച്ചു, നിങ്ങൾ എന്താണ് നിങ്ങളെ പഠിപ്പിച്ച ഉസ്താദിന്റെ വീട്ടിലേക്ക് പോവാത്തത്? അവരെ ഉമ്മ, അതായത് എന്റെ ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, അവരെ കാണാൻ പോകാത്തത്. അപ്പൊ ഹാമിദ് അവരോട് പറഞ്ഞാണ്, ഇന്നും അവരുണ്ട്, സാക്ഷികളുണ്ട്, ഞാൻ അവരുമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസത്തിലാണ്. മിണ്ടാനും കാണാനും പറ്റാത്തൊരു സാഹചര്യം ഉണ്ട് എന്നല്ല അതിന്റെ അർത്ഥം. എന്റെ ഉമ്മാനായിട്ട് ഹാമിദ് ഒരു പ്രശ്നത്തിലില്ല, എന്റെ പെങ്ങന്മാരായിട്ടില്ല, ഞങ്ങളുടെ കുടുംബത്തിനായിട്ട് ഒന്നുമില്ല. ഇന്നേറ്റുണ്ട് ഒരു വിഷയം. നിങ്ങളുടെ കുടുംബവുമായിട്ട് ഹാമിദിന്റെ ബന്ധം അതെങ്ങനെയാണ് തുടങ്ങുന്നത്? ഞങ്ങളെ ചെറുപ്പകാലത്ത് ഇവര് രണ്ട് കുട്ടികള് ഈ ദാറുന്നജാതി ഹെത്തിങ്ങാനന്റെ കലണ്ടറുമായിട്ട് ഇങ്ങനെ ഓരോ വീടുകളിൽ ഇങ്ങനെ കച്ചവടം ചെയ്യാൻ വേണ്ടി വന്നതാണ്. അങ്ങനെയാണ് നമ്മളെ വീട്ടിലേക്ക് എന്തിനാ ഈ ഹാമിദ് എത്തിപ്പെടുന്നത്. അങ്ങനെ അന്ന് വാപ്പ വീട്ടിലില്ല, ഉമ്മ ആണ് ഇവരോട് ചോദിച്ചത്, നിങ്ങളെ പേരെന്താണ്? അങ്ങനെ ഇവര് പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ എത്തിയാനിന്ന് വരികയാണ്. ഹാമിദ അന്ന് പറഞ്ഞു, ഞാൻ തങ്ങളുട്ടിയാണ്, എന്റെ പേര് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അന്ന് വാപ്പ വീട്ടിലായിരുന്നു. പിന്നെ വാപ്പ വീട്ടില് വന്നു, അമ്മ പറഞ്ഞു ഇങ്ങനെ തങ്ങളുട്ടി വന്നിരുന്നു. ഹാമിദ് എന്ത് ചെയ്യാണ്, പിന്നീട് തിരിച്ച് ഞങ്ങളെ നാട്ടിൽ ഇങ്ങോട്ട് വരികയാണ്. അവിടെ എത്തിങ്ങാൻ ഒഴിവാക്കിയിട്ട് ഇങ്ങോട്ട് വരികയാണ്. വാപ്പ പോയി കൊടുന്നതാണോ ഈ ഹാമിദ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നതാണോ എന്ന് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ മനോട് ചോദിച്ചിട്ട്. നിങ്ങളുടെ ഒരു വീട്ടിലാണ് വളർന്നത്? ഞങ്ങളൊപ്പം തന്നെയാണ് വളർന്നത്. ഞങ്ങളെ വാപ്പാന്റെ പിന്നെ അതെ വാപ്പ പോണ സ്ഥലത്തൊക്കെ എന്തുണ്ട്, ഈ ഹാമിദിനെ ബാംഗ്ലൂര്, മൈസൂര്, അതുപോലെ തന്നെ വയനാട്, ഈ ഗൂഡല്ലൂർ, ഈ ഭാഗത്തൊക്കെ ഈ ഹാമിദിനെ കൊണ്ടുവരുന്നുണ്ട്. അവിടുത്തെ ആളുകൾക്കൊക്കെ അറിയാം. ഇവിടുന്ന് പോകാനുള്ള ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം എന്ന് പറയുമ്പോൾ എത്ര വയസ്സുണ്ടാവും? 8ൽ ഇവിടെ സ്കൂളിൽ ചേർത്തിട്ടുണ്ട് ഹാമിദിനെ. ഒരു 13-14 വയസ്സിലെ 13 വയസ്സ് ആ കാലാണ്. പിന്നെ ആൾ ഇവിടുന്ന് പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാല് ഒന്നും മറച്ചൊക്കെ ഉണ്ടല്ലോ അല്ലെ, ഒക്കെ തുറന്നു പറയാലോ. വയലിന് പറയാൻ പോകും. പിന്നെ ആ വയല് പറഞ്ഞ പൈസക്ക് എന്ത് ചെയ്യും, TV വാടക എടുത്ത് കൊണ്ടുവരും. അപ്പൊ പിന്നെ അത് എന്ത് ചെയ്തു, നിർത്താൻ പറഞ്ഞു. ഇനി പരിപാടി വേണ്ട. അത് അന്ന് ഇങ്ങനെ കുട്ടികളിങ്ങനെ കാണുന്നത് അന്നത്തെ കാലല്ലേ, അന്ന് അതിനൊരു ഇതിന് പറഞ്ഞായിരുന്നു. മുമ്പൊന്നും ചെയ്തു. അപ്പൊ ഇയാളെ ചീത്ത പറഞ്ഞപ്പോ എന്ത് ചെയ്തു, ഇയാൾക്കത് ഇഷ്ടപ്പെട്ടില്ല. ഇയാൾ എന്ത് ചെയ്തു, ആ TVയും VCR എടുത്തിട്ട് പാണ്ടിക്കാട്ടിൽ നിന്ന് എടുത്ത TVയും VCR പെരിന്തൽമണ്ണ ഒരു കടയിൽ കൊണ്ട് വിറ്റിട്ട് അങ്ങനെ ഇവിടുന്ന് പോയതാണ്. ദർസ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാല് കൊണ്ടാക്കി കുറച്ച് ദിവസം കൊണ്ട് തിരിച്ചു പോരാനുള്ള കാരണം അത് പള്ളിക്കൊന്ന് ഉസ്താദിന്റെ നടി കിട്ടി. മൂപ്പർക്ക് ഒരു തല്ല് കിട്ടിയപ്പോ മൂപ്പര് എന്ത് ചെയ്തു, വീട്ടിലേക്ക് പോന്നു. ഉമ്മാനോട് പറഞ്ഞു, പള്ളിയിൽ ദർസിൽ ഉസ്താദ് വീട്ടിൽ പോയ സമയത്ത് പന്ത് കളിച്ചത് കുട്ടികളെ കൂടെ. അപ്പൊ പന്ത് കളിച്ചപ്പോ കുട്ടികൾ എന്ത് ചെയ്ത് മൂപ്പരോട് പറഞ്ഞു, ഞങ്ങളെ പോസ്റ്റ് റെഡിയാണ്, നിങ്ങളെ പോസ്റ്റ് ഏതാന്ന് വെച്ചപ്പോ മൂപ്പര് പറഞ്ഞു, എന്റെ പോസ്റ്റ് റെഡിയാണ് പറഞ്ഞിട്ട് ഖബറുണ്ട് പള്ളിത്തൊടുവില്. അപ്പൊ ഖബറിന് 2 മീസാങ്കല്ല് ഉണ്ടാവുമല്ലോ, അത് എന്ത് ചെയ്ത് പോസ്റ്റാക്കി. പക്ഷെ അന്ന് കുട്ടികളല്ലേ, അവര് ഒന്ന് ശ്രദ്ധിച്ചു. പിന്നെ കമ്മിറ്റിക്കാർ എന്ത് ചെയ്ത് കണ്ട സമയത്ത് ഉസ്താദിനോട് പറഞ്ഞു. ഉസ്താദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്തൊക്കെ
അന്നത്തെ ആ ഉസ്താദ് നല്ല എല്ലാ ഉസ്താദന്മാരും നല്ല അടിക്കും പഠിച്ചിട്ടില്ലെങ്കിൽ. പിന്നെ ഇങ്ങനത്തെ കുരുത്തക്കേട് കാട്ടി കഴിഞ്ഞാൽ നല്ല അടി കിട്ടും. അങ്ങനെ ഉസ്താദിനൊക്കെ അടി കിട്ടി വീട്ടിലേക്ക് വന്നു. ഫുട്ബോൾ കളി എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയാണ് സ്റ്റാർട്ടിങ്. ഫുട്ബോൾ കളി മൂപ്പര് അങ്ങനെ ഒരു ഇതാണ്. അതാണ് മൂപ്പര് ഉസ്താദ് തച്ചത് എന്തിനാന്ന് വെച്ചാല് ഒരു കബറല്ലേ, ആ കബറിനൊക്കെ പോസ്റ്റ് ആക്കിയിട്ട് മൂപ്പര് പന്ത് കളിച്ചു. ചെറിയ കുട്ടികളല്ലല്ലോ അന്നൊക്കെ എത്ര വയസ്സ് ഇതുണ്ടല്ലോ, അതിനാണ് മൂപ്പർക്ക് അടി കിട്ടിയത്. ഇദ്ദേഹത്തിന് ഇജാസത്ത് നൽകിയ ഗുരുനാഥനാണ് PMS തങ്ങൾ എന്നാണ് പറയപ്പെടുന്നത്. ഇദ്ദേഹത്തിന് ഇജാസത്ത് ഇപ്പൊ നൽകിയതായിട്ട് നിങ്ങൾക്ക് അറിയാം. ഇജാസത്ത് എന്ന് പറഞ്ഞാല് സമ്മതം എന്നാണ്. വാപ്പ മരണപ്പെട്ടിട്ട് ഇന്ന് 21 കൊല്ലമായി. ഇയാൾ പറയുന്ന വീഡിയോയിൽ വന്നിട്ട് എന്റെ വാപ്പ മരിക്കുന്നതിന്റെ 10 ദിവസം മുമ്പ് ഇയാളെ പോയി കണ്ടിട്ട് വാപ്പ സമ്മതം കൊടുത്തു എന്നാ പറയുന്നത്. പക്ഷെ അതില്ല, അങ്ങനെയല്ല. വാപ്പ ഇയാളെ അന്വേഷിച്ചു, ഇയാൾ പൊയ്തനുണ്ട് എന്ന് അവിടുത്തെ ആളുകൾ വാപ്പാനോട് പറഞ്ഞപ്പോ വാപ്പ ഇമ്മയും പോയിട്ടുണ്ട്. ഞങ്ങളോട് പറയലുണ്ട്, ഒരു വണ്ടിയിൽ വന്ന് ഇറങ്ങണം ഇയാള്. നമ്മളെ തേയിലത്തോട്ടത്ത് നിന്ന് നിങ്ങൾക്ക് കണ്ടിക്കും, നമ്മള് കൂടുതൽ ഊട്ടി വൈക്ക് വയനാടൊക്കെ പോകുമ്പോ തേയിലത്തോട്ടത്ത് നിന്ന് നമ്മള് ട്രാക്ടറില് ഈ മറ്റേ തേയില നിറച്ചു വരുന്ന വണ്ടിയില്ലല്ലോ, ആ വണ്ടിയിൽ വന്ന് ഇറങ്ങണ രംഗാണ് ഇവര് കാണുന്നത്. അപ്പോഴാണ് വാപ്പാക്ക് ഭയങ്കര സങ്കടമായി. ഉമ്മ പറയലുണ്ട്, കണ്ണ് നിറഞ്ഞു, എന്റെ കുട്ടീനെ എന്തിനാണ് വാപ്പ വളർത്തിയത് പഠിപ്പിച്ചത് എന്നൊക്കെ. അപ്പോ വാപ്പ പറഞ്ഞു പഠിക്കാൻ പോണില്ല എന്ന് ചോദിച്ചു. നീ പഠിക്കണില്ല ചോദിച്ചു. ഇല്ല, ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ തുടരാണ്. അങ്ങനെയാണ് മൂപ്പര് പറഞ്ഞത്. അപ്പൊ എന്നാ ശരി, നിങ്ങൾക്കൊരു മാർഗം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. അങ്ങനെ അപ്പൊ മൂപ്പരോട് ഇങ്ങനെ പറഞ്ഞേക്കണേ, ചികിത്സ എന്നുള്ള രീതിയിൽ ഒരു മാർഗം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ എന്ന് അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്തുകൂടെന്ന് അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അല്ല മനസ്സറിഞ്ഞിട്ട് വാപ്പ സമ്മതം കൊടുത്തു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ, എന്റെ വാപ്പ മരണപ്പെട്ട സമയത്തും ഇയാൾ എന്ത് ചെയ്തിട്ടില്ല, ഇവിടെ എത്തിയിട്ടില്ല. പിന്നെ ഇത്രയും കാലം ഇയാൾ മജ്ലിസും പരിപാടിയൊക്കെ തുടങ്ങിയിട്ട് ഇടക്കിടക്ക് എന്റെ വാപ്പാന്റെ ഇതിങ്ങനെ പറയുമല്ലോ, എന്റെ ഉസ്താദ് PMS പൂക്കോത്തങ്ങളാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ വാപ്പാന്റെ ഖബർ സിയാറത്തിനൊന്നും വരൂലേ. ഞാൻ പരാതി പറയല്ല, ഇനി ആളുകൾ ചിലപ്പോൾ ഇത് കണ്ടിട്ട് പറയാം അസൂയാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറയും. ഒന്നും പറയണ്ട. ഇന്ന് വരെ നമ്മളെ വീട്ടിലേക്ക് ഇയാൾ എന്ത് ചെയ്തില്ല. ഇയാൾ ഈ പറയുന്ന പൊരുത്തം കിട്ടി എന്ന് പറയുമ്പോ വാപ്പ എന്റെ വാപ്പാന്റെ അടുത്തേക്ക് ഇയാൾ ഒരു സിയാറത്തിന് വന്നാല് വേറെ ആരെങ്കിലും പറഞ്ഞേക്കെ ഇതുവരെ വന്നിട്ടില്ല. ഇദ്ദേഹത്തെ സ്വയം വിളിക്കുന്നത് ഹാമിദ ആറ്റക്കോയ തങ്ങൾ ജമലുല്ലൈലി എന്നാണ്. ഓരോ തങ്ങന്മാർക്ക് ഓരോ കബീല ഉണ്ടാവും. തങ്ങളെ കബീല ഏതാ? എന്റെ കബീല ഹൈദറൂസി കബീലാണ്. ഇദ്ദേഹത്തിന്റെ കബീല ജമലുല്ലൈലി കബീല എന്നാണ് പറയുന്നത്. അല്ല, അത് ജമലുല്ലൈലി കബീലപ്പെട്ട് അല്ലാതെ അവരെ പിന്നെ ജമലുല്ലൈലി സാധാരണ തങ്ങന്മാരനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവരെ വീട്ടിൽ ഈ ഹാമിദിനോട് ഒരു വട്ടം ഒരു പ്രാവശ്യം അന്ന് ഈ മജ്ലിസൊക്കെ നടന്ന സമയത്ത് പോയി ചോദിച്ചപ്പോ അത് അയാൾ നീക്കം ചെയ്താണ്. ഇനി ഞാൻ എന്റെ പേരിന്റെ ബാക്കിൽ മുന്നിലും ജമലുല്ലൈലി ഉണ്ടാവില്ല. ജമലുല്ലൈലി അല്ല അയാളെ കബീല ഏതാന്ന് അയാൾക്ക് തന്നെ അറിയില്ല. ഇത് ബോംബെന്ന് ഞങ്ങൾ തമ്മിലുള്ള ഒരു റൂമിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞങ്ങൾ സംസാരിച്ചാണ്. അവിടെ നോട്ടീസിൽ ഇയാള് പേരും കാര്യങ്ങളൊക്കെ എഴുതി ഇങ്ങനെ അവിടെ ചികിത്സ തുടങ്ങാൻ വേണ്ടിയിട്ട് നോട്ടീസ് അടിച്ച സമയത്ത് അന്നും ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ജമലുല്ലൈലി എഴുതിയിട്ടുണ്ട്. അന്ന് ഞാൻ മുമ്പ് പറഞ്ഞു, ഹാമിദ് നിങ്ങൾ ഇത് ചെയ്യണ്ട, കാരണം ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും കാരണം കൊണ്ട് എന്ത് ചെയ്ത് ഒറിജിനൽ ജമലുല്ലൈലി തങ്ങന്മാരെ അടുത്ത് പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ചോദ്യം ചെയ്യും. അങ്ങനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ട ഉത്തരവ്. അപ്പൊ മുമ്പ് എന്താ പറഞ്ഞു വെച്ചാല് അതൊന്നും കുഴപ്പമില്ല. എന്നിട്ട് എന്നോട് ചോദിക്കണം മുമ്പര് നിങ്ങളെ കബീല ഏതാന്ന് ചോദിച്ചു. ഞാൻ എന്റെ കബീല ഹൈദറൂസിയാണ്, അത് നിങ്ങൾക്ക് അറിയില്ല ചോദിച്ചു. നിങ്ങളടുത്ത് നിങ്ങളെ വാപ്പാന്റെ റസൂലുള്ളാഹിന്റെ സിൽസില നിങ്ങളെ കയ്യിലുണ്ടോ ചോദിച്ചു. അപ്പൊ ഞാൻ മുമ്പരോട് തമാശക്ക് പറഞ്ഞു എന്റെ കയ്യിലില്ല. എന്താ മുമ്പര് പറയണ നോക്കണല്ലോ. ഞാൻ കുറച്ച് മുമ്പരിനോട് ചോദിച്ചു. അപ്പൊ തന്നെ അതൊന്നും കുഴപ്പമില്ല, ഇതന്നെ എഴുതാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അമിത എന്റെ കബീലിന്റെ അടുത്തുണ്ട് കേട്ടോ, ശരിക്കും ഞങ്ങളെ സനത് ഞങ്ങളുടെ അടുത്തുണ്ട്, ഞങ്ങളെ കബീല എനിക്കൊന്ന് തരും, ഞാൻ അതില് ഏതെങ്കിലും വലിയപ്പാന്റെ ബാക്കിൽ ഞാൻ എന്റെ പേര് എഴുതിക്കൊള്ളാന്ന് പറഞ്ഞു. അങ്ങനെ ബോംബെയിൽ ഞാൻ മൂപ്പരോട് പറഞ്ഞാണ് ചെയ്യേണ്ടത്. പക്ഷെ മൂപ്പര് എന്ത് ചെയ്തു, ആരും ചോദിക്കപ്പെടൂല എന്നൊക്കെ അങ്ങനെ വിചാരിച്ചിട്ടാവും അങ്ങനെ ചെയ്തത്. ഒരുമിച്ച് ബോംബെയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഇവിടുന്ന് പോകുന്നത്. ആള് പിന്നീട് എങ്ങനെയാണ് ബോംബെയിലേക്ക് എത്താനുള്ള സാഹചര്യം? 2014 ഞാന് ബാംഗ്ലൂരാണ്. ഇടക്കിടക്ക് മാസത്തിലൊക്കെ ഇവിടെ ബാംഗ്ലൂർ നാട്ടിലേക്ക് വരും. അങ്ങനെ ഒരു ദിവസം ഇവിടെ വന്ന സമയത്ത് ഈ ഹാമിദ് എന്തുണ്ട് പിന്നെ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിച്ചു. വീട്ടിലേക്ക് വന്നു. അങ്ങനെ വീട്ടിൽ വന്നപ്പോ ഞങ്ങൾ സംസാരിച്ചപ്പോ ഇന്നെ മൂപ്പരെ കൂടെ കൊണ്ടുപോകാൻ പറഞ്ഞു. അന്ന് ഫസ്റ്റ് അന്ന് മൂപ്പര് കണ്ണൂർ മാട്ടൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. ജോലി പറഞ്ഞ ചികിത്സ കേട്ടോ, അല്ലാതെ വേറെ ഗവൺമെന്റ് ജോലി ഒന്നല്ല. അപ്പോ ഹാമിദ് ഇന്നെ കൂട്ടി കൂടെ കൊണ്ടുപോയി. അന്ന് മൂപ്പര് അനിയ ഷെഫ്യൂബ് ഉണ്ട് ഒപ്പം, അവിടെ എന്തോ ദർശലോദിന്. അങ്ങനെ കുറച്ചു ദിവസം ഞാൻ അവിടെ നിന്ന് അവിടുന്ന് പോരല് മൂപ്പര് ഞാനൊക്കെ അവിടെ ഒഴിവാക്കി പോരുക. അതൊരു വിഷയം ഉണ്ടായിട്ടാണ് അവിടുന്ന് പോരുന്നത്. അത് മൂപ്പര് കട നിൽക്കാൻ പറ്റാത്ത വിഷയമാണ്. അത് എന്താന്ന് മൂപ്പര് പറയട്ടെ. ഞാൻ മൂപ്പരോട് പറഞ്ഞാണ് ഇതിന്റെ മുമ്പ് ഒരു വീഡിയോയില്, നിങ്ങളെ വീഡിയോയില് ഞാൻ പറയാണ് കാര്യങ്ങള്. ഞാനിത് നിങ്ങളെ ഈ വീഡിയോ കാണുന്ന ആളുകള് ഇത് കളവ് പറയണെന്ന് പറഞ്ഞാല് ഹാമിദ് വരട്ടെ, അല്ലെങ്കിൽ ഹാമിദ് ഉള്ളിടത്തേക്ക് എന്നെ വിളിക്കട്ടെ, തെളിവുകളും കാര്യങ്ങളും സാക്ഷികളും. ഇത് ആളുകൾക്കാണല്ലോ നമ്മളിത് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത്. അല്ലാതെ ഇപ്പൊ ഹാമിദ് പറയാണ് ഹാമിദിന്റെ വളർച്ച കണ്ടിട്ട് അസൂയപ്പെട്ടിട്ടാണ് ഞങ്ങളിത് ചെയ്യാൻ. അല്ല, ഹാമിദ് പറഞ്ഞു ഹൈദറിന്റെ കൂടെ എന്റെ ഉസ്താദിന്റെ മക്കളാണ് ഇതൊക്കെ ചെയ്യണെന്ന്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്ത് ഇപ്പൊ രംഗത്ത് വന്നത്. അല്ലാതെ എനിക്ക് ഹാമിദിന്റെ വളർച്ച കണ്ടിട്ടും ഉയർച്ച കണ്ടിട്ടൊന്നുമല്ല. എന്റെ പേര് പറഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് പറയണം, പുറത്തു വരണം, ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്ത ആളാണ്. എന്നിട്ടും ഞാൻ ഉണ്ടാതിരുന്നാണ് ഇത്രയും 4 വർഷം.
പക്ഷെ ഇപ്പൊ അത് പറയുന്ന നിർബന്ധമാണ്. എനിക്ക് വർഷങ്ങൾക്ക് മുമ്പേ കാര്യങ്ങൾ അറിയാം. നിങ്ങളായിട്ട് എനിക്ക് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. നിങ്ങളുടെ ഫാമിലി തന്നെ മറ്റൊരാളുമായിട്ട് എനിക്ക് മുന്നേ പരിചയമുള്ളതാണ്. എന്റെ ഒരു മെന്റർ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ആ ഒരു വ്യക്തി എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മൊത്തം തങ്ങന്മാർക്ക് ഒരു ചീത്തപ്പേരല്ലേ, അപ്പൊ ചെയ്യണമെന്ന് ചോദിക്കുന്ന സമയത്ത് സൂചിപ്പിച്ച കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്കത് പൊതുസമൂഹത്തിന് മുന്നിൽ ഒന്ന് പറഞ്ഞുകൂടെന്ന് ചോദിച്ച സമയത്ത് പലപ്പോഴും അത് വേണ്ട, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് തന്നെ ചെയ്യേണ്ട, അത് ശരിയല്ല എന്നുള്ള രീതിയിലാണ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. ഒരിക്കൽ പോലും ഹാമിദിനെതിരെ സംസാരിക്കാൻ വേണ്ടി മുന്നോട്ട് വരണമെന്ന് തയ്യാറായിട്ടില്ല. ഇപ്പൊ ഒരു സാഹചര്യം ഇങ്ങനെ അദ്ദേഹം മോശമായിട്ട് വീഡിയോയിൽ ഒന്ന് നിങ്ങളുടെ പേര് അനാവശ്യമായിട്ട് എടുത്തിട്ട ഒരു സാഹചര്യത്തിലാണ്. മൂപ്പര് കുറെ യൂട്യൂബർമാരെ വിളിച്ചിട്ട് മൂപ്പര് എന്ത് ചെയ്യും, മൂപ്പരെ മധു ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ സത്യങ്ങൾ പറയണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, നിങ്ങളെ വിളിച്ചതും മറ്റു വേറെ ആൾ വന്നു ആ മൂപ്പരോടും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ ബോംബെയിൽ ശരിക്കും എന്തായിരുന്നു? ബോംബെയിൽ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു കുട്ടിനെ അങ്ങോട്ട് കല്യാണം കഴിച്ചു വിട്ടിട്ടുണ്ട്. മലയാളക്കാരൻ തന്നെയാണ്. അവർക്കൊക്കെ അവിടെ ബിസിനസ് ആണ്. അപ്പൊ ഇവിടെ ഉമ്മാരുടെ അടുത്തേക്ക് എന്ത് ചെയ്തത്, അവർ ചികിത്സക്കൊക്കെ വരലുണ്ട്. അങ്ങനെ അവരൊരു ദിവസം മനോട് പറയുക അങ്ങോട്ട് വരുന്നുണ്ട്, ബോംബെക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉമ്മക്കാട് പോകാൻ കഴിയുന്നില്ല. അപ്പോ എന്റെ കുട്ടിനെ പറഞ്ഞേക്കണ്ട് നമ്മ പറയും. അങ്ങനെയാണ് ഞാൻ ബോംബെക്ക് പോണത്. പക്ഷെ അത് ഈ പറച്ചിലും ബോംബെക്ക് പോക്കൊക്കെ ഈ കണ്ണൂർ ഒഴിവാക്കി പോയതിലൊക്കെ ഒരേ സമയങ്ങളിലാണ്. അപ്പൊ ഹാമിദിന് അടുത്തൊരു ഡെസ്റ്റിനേഷൻ വേണം. അവിടെ സൂചന വെച്ച് അവിടെ ഒരു ഇതാണ് ഞാന് ഫോണിൽ കൂടെ ഒക്കെ മൂപ്പരിന്റെ കൂടെ തന്നെയുള്ള കടക്കൊക്കെ അപ്പോഴൊക്കെ ഞാൻ കേട്ടതാണ്. ഒരു പിന്നെ ഇതാണ് ഒരു കല്യാണമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. സ്വർണം ചോദിക്കലും, എന്റെ സ്വർണം എനിക്ക് എടുത്തു തരണം, പിന്നെ ഈ പണയം വെച്ചതൊക്കെ അതൊക്കെ എനിക്ക് എടുത്തു തരണം. സ്വർണം അതൊക്കെ എനിക്ക് എടുത്തു തരണം. അത് ഫോണില് അപ്പുറത്തെ ആള് പറയണേ, എന്റെ പണയം വെച്ച് ഇന്നങ്ങൾ ഒഴിവാക്കി കൂടി കുഴപ്പമൊന്നുമില്ല, എന്റെ സ്വർണ്ണങ്ങൾ എടുത്തു തന്നാൽ മതി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കല്യാണ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ബോംബെയിൽ എങ്ങനെയായിരുന്നു? അവിടെ ഞങ്ങൾ ചികിത്സക്ക് പോയതല്ല, അവിടെ ഒന്ന് കണ്ട് അവിടെ അവിടുത്തെ ആൾക്കാരെ കണ്ട് പോരണം എന്നുള്ള രീതിയിൽ പോയതാ. ചെന്ന ഉടനെ തന്നെ റൂമും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ആദ്യം ഞങ്ങൾ ഹോട്ടലിലെ റൂം എടുത്ത്, പിന്നെ 2 ദിവസം കഴിഞ്ഞ ഹോട്ടലിനൊക്കെ പൈസ കൊടുക്കണ്ടേ, ഓരോ ദിവസം അത്രയും പൈസ ഇല്ലല്ലോ. അപ്പൊ പിന്നെ എന്ത് ചെയ്തു, അവിടെ ഉള്ള ഒരു കച്ചവടക്കാരനാണ്, മലയാളിയാണ്, അവരെ വീട്ടിൽ ഫ്ലാറ്റ് തന്നു. ഞാൻ എന്ത് ചെയ്തു, ബാംഗ്ലൂർ പോയി. എന്റെ താത്ത അവിടെ ഉണ്ട്, താത്ത വിളിച്ചിട്ട് ബാംഗ്ലൂർ പോയി. തിരിച്ചു ഒരാഴ്ച കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ഇയാൾ എന്ത് ചെയ്ത്, റൂമൊക്കെ എടുത്ത്, റൂം ഫുള്ള് പച്ച തുണിയിൽ എന്ത് ചെയ്ത്, ഇയാള് ഫുള്ള് അത്തർ ഇങ്ങനെ ഒഴിക്കും. അങ്ങനെ ഒഴിച്ച് അവിടെയുള്ള ആളുകൾ ഇങ്ങനെ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ ഇങ്ങനെ ഒരാൾ വന്നിക്കണെന്നുള്ള രീതിയിൽ ഇവര് അന്നും എന്തുണ്ട്, ഈ മാർക്കറ്റിംഗ് ഉണ്ട്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ അവിടെയുള്ള മലയാളിസിനോടൊക്കെ പറയും, ഇങ്ങനെ ഒരു ചികിത്സാരി വന്നിക്കണം, ഞാൻ ഇങ്ങനെ വന്ന് നിങ്ങൾ പറയണം കേട്ടോ, കേരളത്തിൽ നിന്ന് തങ്ങൾ വന്നിക്കണം, അതായത് സയ്യിദ് വന്നിക്കണം, എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിച്ചു തരണം. അങ്ങനെ സ്വന്തം ഇവരെ കൊണ്ട് പറയിപ്പിക്കും. അങ്ങനെ പറയിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ചികിത്സ ചെയ്യണ പല ആളുകളും തങ്ങന്മാരും ഉസ്താദന്മാരൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ അതൊക്കെ എന്ത് ചെയ്യണ്ട, ഇങ്ങനെ മാർക്കറ്റ് ചെയ്തിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അന്നേ മൂപ്പര് ഇത് എന്തുണ്ട് തുടങ്ങി വെച്ചതാണ് ചികിത്സ. അങ്ങനെ തുടങ്ങി ഞാൻ തിരിച്ചു വന്നു. ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു വന്ന സമയത്ത് ഞാൻ കണ്ടു. അപ്പൊ എന്താ അമിത ഇതൊക്കെ വെച്ചപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യണം, ആളുകൾ ഇങ്ങനെ കാണണം, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി കാണുമ്പോഴുള്ള ആളുകൾക്ക് ഭയം ഉണ്ടാവുക. ഈ പച്ച തുണി ഇതൊക്കെ കാണുമ്പോ ഇന്നുണ്ടല്ലോ പച്ച. മൂപ്പര് റൂം ചോദിച്ചില്ലേ ശരിയാണോ എന്ന് ചോദിച്ചില്ലേ? എന്താ അമിത ഇത് ചോദിച്ചപ്പോ തന്നെ ശരിയാണോന്നുള്ള അതിന്റെ ഇത്. മൂപ്പരോട് എന്ത് ചോദിച്ചിട്ടും കാര്യമില്ല, മൂപ്പർക്ക് തോന്നിയത് മൂപ്പര് ചെയ്യുള്ളൂ. അത് ഇന്റെ വീഡിയോ കാണുന്ന അയാളുമായിട്ട് ബന്ധമുള്ള ആൾക്കാർക്കറിയാം. നമ്മൾ അങ്ങോട്ട് എന്ത് നല്ലത് പറഞ്ഞു കൊടുത്താലും മൂപ്പർക്ക് എന്താ തോന്നിയത് അതേ പറയുള്ളൂ. അത് കുറച്ചൊരു അഹങ്കാരമുള്ള കൂട്ടത്തിലാണ്. എങ്ങനെയായിരുന്നു അവിടെയുള്ള ചികിത്സാ രീതികൾ? അവിടെയുള്ള ചികിത്സാ രീതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വാപ്പ പഠിപ്പിച്ച ചികിത്സയൊന്നും ഇയാളടുത്ത് ഞാൻ കണ്ടിട്ടില്ല. ഇയാളടുത്തുള്ള കുറെ പൊടികള്, അരിപ്പൊടി, കരിപ്പൊടി, അതായത് അങ്ങനെയുള്ള ഓരോ പരിപാടികൾ, അതേമാതിരി ഓടിന്റെ കഷ്ണങ്ങള്, പിന്നെ കുറെ അങ്ങനത്തെ സംഭവങ്ങളാണ്. അതിലൊക്കെ എന്തൊക്കെ എഴുതിയിട്ട് കൊടുക്കുക, അതൊക്കെ പരിപാടികളൊക്കെ. ഡാൻസ് കളിക്കുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോ ഒക്കെ കണ്ടിരുന്നു. അത് ഒരു വീട്ടിലിരിക്കുമ്പോ അവിടെയുള്ള ഞങ്ങൾക്ക് ഭക്ഷണം തരുന്ന വീടാണ്. ഇയാളൊരു കോമഡി പറഞ്ഞിട്ട് പിന്നെ അവരൊക്കെ ചിരിക്കിന്റെ അടിയിൽ മൂപ്പരൊന്ന് നീച്ചിന്നിട്ട് 2 ചാട്ടം ചാടിയത്. അയലുള്ള ചാട്ടത്തിലാണ് ആ ഫോട്ടോയിൽ വെള്ള ഫോട്ടോസ് ഇങ്ങനെ കാണുന്നില്ല, പാന്റ് ഇട്ടിട്ട്. അതൊക്കെ ഞാൻ അയച്ചു കൊടുത്താന്നാണ് ഇയാള് പറയുന്നത്. പക്ഷെ അതൊന്നും ഞാൻ അയച്ചു കൊടുത്തതല്ല. അതൊക്കെ എങ്ങനെ കിട്ടിയെന്ന് ഇപ്പൊ അയാൾക്കെന്നെ അറിയില്ല. ഇയാളൊരു പഴയൊരു ഫേസ്ബുക്ക് ഐഡി ഉണ്ട്, അത് ഇന്ന് അയാൾ ഡിലീറ്റ് ചെയ്തിരിക്കണേ. അതിൽ ഇയാൾ എന്ത് ചെയ്തിരിക്കണം, അന്ന് അപ്ലോഡ് ചെയ്ത്. അന്ന് ഇയാൾ ഇത്ര ഫേമസ് ആയിട്ടില്ല. അന്ന് അയാൾ ബോംബെയിലുള്ള കുറച്ച് ഫോട്ടോസ് ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു. അന്ന് അയാൾ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പഴയ ഐഡിയില്. അപ്പൊ ആളുകൾ എന്ത് ചെയ്ത് ഇതൊക്കെ എടുത്തു വെക്കുമല്ലോ. അന്ന് ഇയാൾ 2019 കൊറോണ സമയത്ത് മജ്ലിസ് തുടങ്ങിയ സമയത്ത് അത് ഡിലീറ്റ് ആക്കിയിട്ടില്ല ഈ ഫോട്ടോസ്. അന്ന് ഈ പ്രൈവറ്റ് ആക്കണ ഇത് വന്നിട്ടില്ല, ഫേസ്ബുക്ക് പ്രൈവറ്റ് ആക്കി വെക്കണേ. കഴിഞ്ഞ ഇന്റർവ്യൂ എടുക്കാവുന്ന സമയത്ത് അത് പറഞ്ഞാല് ഒരു താത്ത അവിടെ ചികിത്സക്ക് വന്നിരുന്നു, കുറച്ച് പ്രായമുള്ള. ചൊറിച്ചിലാണ് അതിന് പ്രശ്നമായിട്ട് അവന്റെ അടുത്ത് വന്നിരുന്നത്. ശരീരം ആസകലം ചൊറിയാണ്. ചൊറിയുന്ന സമയത്ത് മൂപ്പരത്ത് വന്ന് മൂപ്പര് പറഞ്ഞു, മൂപ്പരോട് നിങ്ങളൊരു ഓടും കഷ്ണം കൊണ്ടുപോയി ഓട് കഷ്ണം തന്നു കഴിഞ്ഞാൽ അതിൽ ഞാനൊരു ഇത് എഴുതിയിട്ട് തരാം, എന്നിട്ടത് ശരീരം മൊത്തം ഒഴിഞ്ഞു കഴിഞ്ഞാൽ ചൊറിച്ചിൽ മാറി കിട്ടുന്നതാണ്.
ഈ താത്ത അത് കേട്ടു. ഓട് എന്നുള്ള ഒരു സംഭവം അതില് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞപ്പോ എന്ത് ചെയ്തു, അതിലെന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടാകും. കാരണം കുറെ ഡോക്ടർമാരടുത്ത് പോയിട്ട് മാറാത്ത ചൊറിയാണ്. ഇതാ അവിടെ സിറ്റി അല്ല, അവിടെ ഓടില്ല. അപ്പൊ മൂപ്പര് കുറച്ച് എവിടുന്നോ ഉള്ളേരിന്ന് കൊടുന്നു, ഓടിട്ട് പിന്നെ കൊടുന്നു. പിറ്റേന്ന് വന്ന സമയത്ത് വേറെയും സ്ത്രീകളെ കൊടുന്ന് ചികിത്സക്ക് വേണ്ടിയിട്ട് അവിടെ ഇരിക്കുന്നത്. ഞാൻ റൂമിലാണ്. അപ്പൊ ഹാമിദ് ഇല്ല, കുളിക്കാൻ പോയതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇന്നലെ വന്ന ആൾക്കാർ വന്നിട്ടുണ്ട്, അപ്പൊ അവരോട് അവിടെ ഇരിക്കാൻ പറയും, ഞാൻ അങ്ങോട്ട് വരാന്ന് പറഞ്ഞു. അങ്ങനെ മൂപ്പര് എന്ത് ചെയ്യാണ്, കുളി കഴിഞ്ഞ് വരികയാണ്. തോർത്തുമുണ്ട് തോളിലിട്ടിക്കണ്, ഒരു തുണിയുണ്ട് പോളിസ്റ്ററിന്റെ, വെയിലൊക്കെ അടിച്ച് ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നിഴലടിച്ച് കാണുന്ന അങ്ങനത്തെ ഒരു പോളിസ്റ്റർ കട്ടില്ലാത്ത തുണി. അപ്പൊ ഞാൻ ഇതിനോട് പറഞ്ഞു, ഇങ്ങോട്ട് നിങ്ങൾ അങ്ങനെ വരണ്ട, അവര് ഇവിടെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളെ റൂമൊക്കെ എന്തുണ്ട്, ലൈറ്റ് വരുന്നുണ്ട്, ഷട്ടർ ഇങ്ങനെ പൊന്തിച്ച് കിടക്കുന്ന റൂമാണ് സൈഡില്. ഇങ്ങോട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ വരണ്ട, അവര് ഇവിടെ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അമിത് പറഞ്ഞു, നിങ്ങൾ അവിടുന്ന് എന്റെ തോപ്പുണ്ടല്ലോ മുപ്പരിപ്പെടുന്ന വെള്ളം, അതും പിന്നെ ഇന്നർ വെയർ എടുത്തിട്ട് തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ എടുത്ത് തരൂല, അവര് അതെന്തേലും അവിടുന്ന് എനിക്കൊരു മടി, നിലത്തേക്ക് വീണ് കഴിഞ്ഞാൽ അവര് കാണൂലേ. അങ്ങനെ മൂപ്പര് എന്ത് ചെയ്തു, ആ വാതിലിന്റെ അടുത്ത് എത്തിയിട്ട് എന്നോട് പറയുന്ന ഒരു കാര്യം ചെയ്യും, ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ ചെയ്താൽ മതി പറഞ്ഞു. അപ്പൊ മൂപ്പരിനോട് പറയണേ, 7 പ്രാവശ്യം ഫാത്തിഹ സൂറത്ത് അവരോട് ചെല്ലാൻ പറയും, കണ്ണ് മൂടിയിട്ട് ചെല്ലണം, കണ്ണ് തുറക്കാൻ പാടില്ല, എന്നാലുള്ള ഇതിന് ഫലം കിട്ടുക എന്ന് പറഞ്ഞു. പിന്നെ അവർ ഉദ്ദേശിച്ച കാര്യം എന്താണെന്നുണ്ടെങ്കിൽ അത് മനസ്സിൽ കരുതണം, നല്ലത് മാറണം. അത് ഹിന്ദിയിൽ പറഞ്ഞു കൊടുക്കാൻ പോകും. ഞാൻ അതേമാതിരി आप लोग को सही सा बोला है, 7 मरतबा सूरह फातिहा पढ़ो, आपका दिल में जो भी मुराद हासिल होना है तो ये पढ़ो. ഓല് ഞാൻ പറഞ്ഞ മാതിരി കണ്ണ് മൂടി ചെല്ലല് തുടങ്ങി. എല്ലാവരും കുറച്ച് ഒച്ചത്തിൽ. ഹാമിദ് ഉള്ളിലേക്ക് വന്നു, അവരെ മുന്നിൽ നിന്ന് ആങ്കർ വന്ന് ഇതെടുത്ത് ഇന്നർ വെയർ എടുത്ത് അവരെ മുന്നിൽ തന്നെ ഇതിട്ട് ഡ്രസ്സ് മാറി. മൂപ്പര് അങ്ങനെയാണ്, മൂപ്പർക്ക് അങ്ങനെ മടിയൊന്നുമില്ല. ഒരു ലജ്ജ എന്ന് പറഞ്ഞ അയാൾക്കില്ല. അതാണ് മൂപ്പർക്ക് ഒരു മടിയില്ല. എനിക്കെന്നല്ല, അത് അവിടെ ഉള്ള ആളുകൾക്കൊക്കെ അറിയാം. ആളുകളൊക്കെ ഇങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റും. മൂപ്പരെ ഇതൊക്കെ കണ്ടിട്ട് വർത്താനങ്ങളൊക്കെ, അത് ആ ഒരു ശൈലി ഉണ്ടല്ലോ, അത് ഈ പെണ്ണുങ്ങളാണ് കൂടുതലും അയാളത്, ആണുങ്ങൾക്കൊന്നും പറ്റൂല. അതൊക്കെ ഇയാളൊരു ഒരു അങ്ങനത്തെ ഒരു ഇതാണ്, ഒരു കോമഡി എന്ന് പറയാൻ പറ്റില്ല. പിന്നെ എന്താ അറിയോ, തങ്ങളാണ് പേരിന്റെ മുന്നിലുള്ളതുകൊണ്ട് ആളുകളൊന്നും പറയില്ല. തങ്ങളല്ലേ മൂപ്പരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ആ ഒരു ഇതുണ്ടാകുമ്പോ പിന്നെ ഒന്നും മുണ്ടൂല. അതാണ് വിഷയം. ചികിത്സക്ക് ആള് വരല് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി മജ്‌ലിസാ. ഞാൻ ചോദിച്ചു മൂപ്പരോട്, മൂപ്പര് നല്ലോണം കരയും. ദ്വേർക്കുന്ന സമയത്ത് മലയാളത്തിലൊക്കെ കരയാൻ പറ്റുന്ന വെച്ചാൽ അത് ഞാൻ പറയാം, അത് കരയണ പറയാ. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് പല വീഡിയോയിലും ഭയങ്കര ഇതായിട്ട് പറഞ്ഞാല്, ഈ സിഗരറ്റിന്റെ കൂടിന്റെ ബാക്കിൽ ഒരു കവർ ഉണ്ടാവുമല്ലോ, ഈ കവറിൽ ആള് വിക്സ് തേച്ച് വെക്കും. അത് തേച്ചിട്ട് എന്ത് ചെയ്യും, മറ്റേ തോപ്പിന്റെ പോക്കറ്റിൽ വെക്കും. ഓരോ ആളുകൾ ഉണ്ടാവും മജ്‌ലിസിൽ ഇരിക്കണ സ്ത്രീകൾ, എന്റെ മകൻ ഇങ്ങനെ, എന്റെ മകൾക്ക് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പൊ അവരെ പേര് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ട് ദ്വേർക്കും. അപ്പൊ മൂപ്പര് എന്ത് ചെയ്യും, ആ ദുആ ചെയ്യണ സമയത്ത് മൂപ്പര് ആദ്യം അത് മൂപ്പര് എടുത്തിട്ടുണ്ടാവും, കയ്യിൽ തേച്ച് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ കണ്ണു വെച്ചിട്ട് റഹ്മാനുറഹീമായ രാജസയ്യിദായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ തേക്കും. അത് ഞാൻ കണ്ടതാണ് ഇതൊക്കെ. അപ്പൊ മൂപ്പര് എന്ത് ചെയ്യും, ആ ദുആ ചെയ്യണ സമയത്ത് മൂപ്പര് ആദ്യം അത് മൂപ്പര് എടുത്തിട്ടുണ്ടാവും, കയ്യിൽ തേച്ച് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ കണ്ണു വെച്ചിട്ട് റഹ്മാനുറഹീമായ രാജസയ്യിദായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ തേക്കും. അത് ഞാൻ കണ്ടതാണ് ഇതൊക്കെ. ഇതൊന്നും ആദ്യം ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇതൊക്കെ എന്ത് ചെയ്താണ്, മൂപ്പരോട് ചോദിച്ചു, ഇങ്ങക്ക് എങ്ങനെയാണ് ഇത് കഴിയുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്യാനും ഇങ്ങനെ കരയാനൊക്കെ എങ്ങനെ പറ്റുന്ന വെച്ചാൽ മൂപ്പരിനോട് പറഞ്ഞു, അടുത്ത മജ്‌ലിസ് നിങ്ങൾ നോക്കിയാൽ മതി, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്ന. ശരിയാണ്, അത് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലാകാൻ കഴിഞ്ഞത്. ഇതിന്റെ മുമ്പത്തെ മജ്‌ലിസിലൊന്നും ഞാൻ എന്ത് ചെയ്തില്ല, ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല, അറിയണില്ല. കാരണം ഞാൻ ഇയാളെ ഓരോ സംസാരങ്ങൾ കേട്ടിട്ട് ചില സമയത്ത് ചിരിച്ച് താഴോട്ട് എനിക്ക് തന്നെ ചിരി വരും. ഇയാൾക്ക് അറിയുന്ന ആൾക്കാരതെ, ഇയാൾ അങ്ങനത്തെ വർത്താനേ പറയുള്ളൂ. മുന്നിലിരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാലൊക്കെ ഈ പാവങ്ങളല്ലേ, ഓരോ പറയാ. ഞങ്ങളോട് പറയാം, തങ്ങൾ എന്നുള്ളൊരു പേര് മുന്നിൽ ഇയാൾ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും ഓർക്ക് വലിയൊരു ഇതൊന്നും ഉണ്ടാവില്ല. ഇയാളെ ചികിത്സ കൊണ്ട് ആരുടെങ്കിലും രോഗം മാറിയതായിട്ടോ പ്രശ്നങ്ങൾ മാറിയതായിട്ടോ? അവിടെ അങ്ങനെ മൂപ്പര് കൂടുതൽ നിന്നിട്ടില്ല. എത്ര മാസം നിന്നു? അവിടെ ആകെ 2 മാസമുള്ള അവിടെ നിന്നിട്ട് അപ്പത്തിന് അവിടെ നിന്ന് പോയി. പോരാനുള്ള കാരണം ചോദിക്കണതിന് മുമ്പ് നിങ്ങൾ തമ്മിൽ രണ്ടാളും ഇപ്പൊ ബന്ധമുണ്ടോന്ന് ചോദിക്കണം. ബന്ധമല്ല, ഞങ്ങൾ തമ്മിൽ ബന്ധം ഇപ്പോഴല്ല, ആ ബോംബെന്ന് ആള് അവിടുന്ന് വിട്ടു പോകുന്നില്ലേ, അന്ന് മുതൽ ഞങ്ങൾ തമ്മിൽ ബന്ധം തെറ്റിയതാ. അത് മൂപ്പര് ഒരു കല്യാണ വിഷയമാണ്. അവിടെ വെച്ചിട്ട് തന്നെ അവിടെ ഉള്ള ഒരു കുട്ടീനെ മൂപ്പർക്ക് എന്ത് ചെയ്യണം, കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു. അവിടെ മജ്‌ലിസിലൊക്കെ അവിടെ ഉള്ള ഒരു ഫാമിലി, അവിടെ ഉള്ള ഒരു കുട്ടീനെ അത് മൂപ്പര് വാശി പിടിച്ചു കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട്. അവര് സമ്മതിച്ചില്ല. പിന്നീട് മൂപ്പര് എന്ത് ചെയ്തു, പിന്നെ അത് വേറൊരാള് മുഖേന എന്ത് ചെയ്തു, സമ്മതിപ്പിക്കാൻ വേണ്ടി അയാളോട് പറഞ്ഞു, നിങ്ങളൊന്ന് ചോദിച്ചു നോക്കി ആ കുട്ടിനെ നിങ്ങൾക്ക് കല്യാണം കഴിച്ചു തരാൻ പറ്റുമെന്ന്. അപ്പൊ സമ്മതിച്ചില്ല. പിന്നെ എന്ത് ചെയ്തു, മൂപ്പര് ആ കുട്ടിന്റെ ഉമ്മാനെയും പാപ്പാനെയും ഒന്ന് മൂപ്പരുടെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ അള്ളാന്റെ റസൂലിന്റെ പേരക്കുട്ടിയാണ്, നിങ്ങളെ മകളെ എനിക്ക് കല്യാണം കഴിച്ചു തന്നാൽ ആ നിങ്ങളുടെ മകളെ വയറ്റിലുണ്ടാകുന്ന കുട്ടി, അതായത് എന്റെ ചോര കാരണം, എന്റെ കുട്ടി കാരണം നാളെ നിങ്ങൾ സ്വർഗത്തിൽ കിടക്കും. ഞാൻ പറഞ്ഞു, മനസ്സിലായി? ഞങ്ങൾക്ക് എത്ര വയസ്സുള്ള പെൺകുട്ടിയായിരുന്നു?
അന്ന് ആ കുട്ടിക്ക് 18-19 വയസ്സ്. 19 വയസ്സ്. ഇയാൾക്ക് അന്ന് എത്ര വയസ്സുണ്ട്? അന്ന് ഞങ്ങൾക്ക് 42 വയസ്സുണ്ടാവില്ല, അന്നൊരു 32 വയസ്സുണ്ടാവും. അതായത് മൂപ്പരെ കുട്ടിയെ കല്യാണം കഴിച്ചാൽ അതിലുള്ള കുട്ടി കാരണം നാളെ നിങ്ങൾ സ്വർഗത്തിൽ കിടക്കും. അവര് അന്ന് അതിന് സമ്മതിച്ചു. പക്ഷെ ഞാൻ അന്ന് അവിടെ ഇല്ലായിരുന്നു. ഞാൻ അന്ന് എവിടെ പോയതാ, ഒന്നല്ലെങ്കിൽ ബാംഗ്ലൂർ പോയതാണ്, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഹാജിമല എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഞാൻ സിയാറത്തിന് പോയത്, ഒരു മലന്റെ മേലെ. തിരിച്ചു വന്ന സമയത്ത് എന്നോട് അവിടെ ഉള്ള ഒരു ആളുകൾ പറഞ്ഞു, ഈ ഹാമിദങ്ങള് ഇങ്ങനെ ഒരു കുട്ടിനെ ചോദിക്കുന്നുണ്ട് കല്യാണം കഴിക്കാൻ, അവരമ്മ പിന്നെ അവര് സമ്മതിച്ചിരിക്കണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, അത് നടക്കൂല. ഹാമിദിന്റെ അറിവില് പിന്നെ എന്തുണ്ട്, കുട്ടികളും കുടുംബങ്ങളൊക്കെ ഉണ്ട്, എന്റെ കെയർ ഓഫിൽ വന്നാണ്. എനിക്കും മൂപ്പരെ പറ്റി വല്ലാതൊരു കൂടുതൽ ഇതില്ലല്ലോ. മൂപ്പര് വീടും കാര്യങ്ങളൊക്കെ അവിടെ വയനാട്ടിലുള്ള ഞാൻ കണ്ടിരിക്കണം. അങ്ങനെ ഞാനത് അവരോട് പറഞ്ഞു. അവരിത് എന്ത് ചെയ്തു, അതിന് പിന്മാറി. കുട്ടിയുടെ വീട്ടുകാര് അതിലുള്ള ദേഷ്യമാണ് എന്നോട് അന്ന് മുതൽ തുടങ്ങിയതാ. അതോട് കൂടിയിട്ട് ഞങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളില്ല. പിന്നെ കണ്ടിക്കണേ ഞാൻ എന്ത് ചെയ്തു, ഇന്റെ അന്തമാൻ നിക്കോബാറിലാണ് ഞാൻ ജനിച്ചത്. ഇന്റെ വല്യപ്പാന്റെ മക്ബറ അവിടെ ഉണ്ട്, ഇന്റെ മുത്തമ്മ ഉണ്ട്, അവരെ മുത്തമ്മ ഇപ്പൊ എല്ലാം മരണപ്പെട്ടു, അവരുടെ മക്കളുണ്ട്. ഞാൻ സിയാറത്തിന് പോയിട്ടുണ്ട്. 2016 ഞാൻ അതേമാതിരി എന്ത് ചെയ്തു, സിയാറത്തിന് പോയപ്പോ അവിടെ ഉണ്ട് ഇയാള്. 2015 അവിടുന്ന് പോന്നു. 2016 അന്തമാനിൽ പോയപ്പോ അവിടെ ഉണ്ട് ഇയാൾ അനിയനും ഉണ്ട് അവിടെ. അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. അവിടെ ഇതേമാതിരി ചെന്ന സമയത്ത് അവിടെ റൂമിൽ പച്ചത്തുണിയും പിന്നെ ഇതേമാതിരി ഇതൊക്കെ ചെയ്തിട്ട് എല്ലാ സംഭവങ്ങളും ചട്ടി അത് ഇത് ഫുള്ള്. അതായത് ആ വീടിന്റെ അടുത്ത് എല്ലാവർക്കും നല്ല അത്ര ഒന്നല്ല, ഏതോ പയാത്രകളൊക്കെ അതൊക്കെ ഇതാക്കിയിട്ട് അവിടെയുണ്ട്. അന്നും എന്നോട് എന്ത് ചെയ്തില്ല, ഞാൻ അങ്ങോട്ട് കാണാൻ ചെന്നതാ, ഇയാൾ ഉണ്ട് അറിഞ്ഞിട്ട്. നമുക്കൊരു സന്തോഷമാണല്ലോ. സംഭവം ബോംബെയിൽ എന്നോട് തെറ്റിപ്പോന്നു. പക്ഷെ എന്നാലും വേറൊരു നാട്ടിൽ ചെന്നിട്ട് നമ്മളറിയുന്ന ആളവിടെ ഉണ്ട് അറിയുമ്പോ നമ്മൾ കാണാനല്ലേ. നമ്മൾ ഇയാളെ മാതിരി ഫുള്ള് മനസ്സിന്റെ ഉള്ളിൽ ഇത് വെച്ചിട്ട് നടക്കല്ലോ. ചെന്നു കണ്ടു, സലാം പറഞ്ഞു, വലൈക്കും അസ്സലാം. കൂടുതൽ എന്നോട് സംസാരിക്കുകയും ചെയ്തില്ല. എന്നോട് സംസാരിക്കണില്ല എന്ന് കണ്ടപ്പോ ഞാൻ എന്ത് ചെയ്തു, തിരിച്ച് എന്നാ ശരി ഞാൻ നാളെ എന്റെ രാവിലെ എന്റെ ഫ്ലൈറ്റ് ആണ്, ഞാൻ തിരിച്ചു പോകുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ പോന്നു. പിന്നെ കാണുന്നത് എന്ന് പറഞ്ഞാൽ 2018 ഞാൻ ഇയാളെ എന്റെ കല്യാണം വിളിച്ചു പറയാണ്, ഹാമിദിന്റെ കല്യാണമാണ് ഒക്ടോബർ 28 നിങ്ങൾ വരണം കേട്ടോ എന്ന് പറഞ്ഞു. ഇയാളിനോട് പറഞ്ഞു, ഇല്ല എനിക്ക് വരാൻ പറ്റൂല, ഞാൻ വായക്കാടാണ് ഇപ്പൊ ചികിത്സ ചെയ്യുന്നത്. അന്തമാനിന്ന് വായക്കാട് എത്തിട്ടോ, എനിക്ക് 500 ടോക്കണാണ് ദിവസം, പിന്നെ എനിക്ക് വരാൻ പറ്റൂല. എന്റെ കല്യാണം രാത്രി കല്യാണമായിരുന്നു. ഇങ്ങനെ പറഞ്ഞ ആളുണ്ട് ഓഡിറ്റോറിയത്തിന്റെ മുന്നിൽ നിൽക്കണം. ഞാൻ പുതിയണ്ണായിട്ട് വന്ന് ഇറങ്ങിയ സമയത്ത് അപ്പൊ അന്നും കണ്ടു. പിന്നെ ഒരു വട്ടം ഞാൻ കണ്ടു, എന്റെ മൂത്തമാന്റെ ഒരു മകൻ ഉണ്ട് മേലാറ്റൂർ ഏപ്പിക്കട സ്ഥലത്ത്, അവിടെ ലോക്ക്ഡൌണിന്റെ സമയത്ത് മരണപ്പെട്ട സമയത്തും ആളെ ഞാൻ കണ്ടു. അതാണ് എന്റെ ലാസ്റ്റ് കാണല്. പിന്നെ ഞാൻ ഇയാളെ കണ്ടിട്ടില്ല. പിന്നെ നിങ്ങളെ കാര്യമായിട്ട് പോയി കലണ്ടർ കച്ചവടവുമായിട്ട് PMS പോക്കോയ തങ്ങളുടെ അടുത്തേക്ക് വന്ന വ്യക്തി കുറച്ച് ദിവസങ്ങൾ മാത്രം ദർസിൽ പോകുന്നു. അവിടെ വെച്ചിട്ട് ഖബറിനെ മീസാങ്കല്ലാക്കി ഫുട്ബോൾ കളിച്ചത് പ്രകാരം ദർസിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. പുറത്താക്കിയതല്ല, ഉസ്താദ് തച്ചത് കൊണ്ട് അദ്ദേഹം നിർത്തിപ്പോയിരുന്നു. അത് കഴിഞ്ഞ് വാടകയ്ക്ക് എടുത്ത ടിവിയും VCR വെച്ച് സിനിമകൾ അത് കൊണ്ടേ കൊടുക്കാൻ പറഞ്ഞു. അവിടെ ഇനി ഇവിടെ വെക്കണ്ടെന്ന് പറഞ്ഞപ്പോ അത് കൊണ്ടുപോയി ഇവിടുന്ന് നാട് വിട്ട് വയനാട്ട് പോയിട്ട് അവിടെ സെറ്റിലായി, കല്യാണം കഴിച്ചു. 17ാമത്തെ വയസ്സിൽ ഇയാൾ കല്യാണം കഴിച്ചു. നിങ്ങൾ അറിവിൽ എത്ര കല്യാണങ്ങൾ കഴിച്ചു? എന്റെ അറിവിൽ അന്ന് മൂപ്പർക്ക് 3 ഭാര്യമാരുണ്ട്. 4ാമത്തെ ഭാര്യയായിട്ട് പെൺകുട്ടി അന്തമാനിൽ അതെനിക്കറിയില്ല. അന്തമാനിന്റെ കല്യാണം കഴിച്ചു. ചികിത്സക്ക് പോകുന്നിടത്ത് എല്ലാം പെണ്ണ് കെട്ടുന്ന ഒരു ശീലം ഉണ്ട് എന്നുള്ളതും നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ കണ്ണൂരത്തെ വിഷയങ്ങൾ ഈ വീഡിയോ കാണാതെ കണ്ണൂർ മാറ്റുള്ള ഭാഗത്ത് ചിലപ്പോ കാര്യമാക്കിയിട്ടുണ്ടെങ്കിൽ അതും നമുക്കിപ്പോ പറയാൻ പറ്റില്ലല്ലോ. അതെ, എല്ലാ നിലക്കും ആളുകളെ ലജ്ജല്ലേ അല്ലെ? അത് ഞാൻ പറഞ്ഞില്ലേ, മൂപ്പർക്ക് ലജ്ജ എന്ന് പറഞ്ഞ സാധനം ആൾക്കില്ല. അത് ഇല്ലാത്തവന് എന്തും ചെയ്യാം, എന്തും പറയാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നാളെ ഹാമിദ് വന്നിട്ട് ഒരു ലൈവിൽ ഒന്ന് പറയാം. കഴിഞ്ഞ ദിവസം വന്ന ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാൻ പോവാണ്. കൊടുത്തു എന്നാ പറഞ്ഞത്. എനിക്കൊരു പ്രശ്നമില്ല ഹാമിദെ, കാരണം നിയമമാണ്. നിയമത്തിന്റെ വഴിയിൽ എന്ത് ചെയ്യും, കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ ഞാൻ പോകും, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയും. അതിന് എനിക്ക് എന്തില്ല, ആരും പേടില്ല, ഒന്നിനും പേടിയില്ല. കാരണം ഹാമിദിന്റെ ഭാഗത്ത് കൂടെ എനിക്ക് ഇനിയിപ്പോ ആര് ഫോൺ വിളിക്കുക, ഇനിയിപ്പോ ഹാമിദ് ഇനി കൊട്ടേഷൻ കൊടുക്കുക, എനിക്ക് അതൊന്നും വിഷയമല്ല. അത് ഹാമിദിനെ അറിയാം, ഹാമിദിനെ അറിയാം, എനിക്ക് അതൊന്നും വിഷയമല്ല. ഉമ്മാനെ പോലും കാണാൻ വരും. കലണ്ടർ വിൽപ്പനയുമായി വന്ന സമയത്ത് ഭക്ഷണം കൊടുത്തു. അത് ഞങ്ങൾ 8 മക്കളത് എല്ലാ മക്കളെ പോലെ അതേമാതിരി ഇയാളെ ഡ്രസ്സുകൾ തിരുമ്പി, ഭക്ഷണത്തിന്റെ സമയത്ത് ഭക്ഷണം കൊടുത്ത്, പഠിപ്പിക്കുന്ന സ്കൂൾ വിടുന്ന സമയത്ത് സ്കൂളിൽ വിട്ട്, അതൊക്കെ സംഭവം ഒക്കെ ചെയ്താണ്. ഞങ്ങളെ മക്കളൊക്കെ എങ്ങനെ നോക്കിയതേമാതിരി നോക്കിയതാണ്. പക്ഷെ അന്നും ഇയാൾ ഈ മജ്‌ലിസ് ഒക്കെ തുടങ്ങിയ സ്റ്റാർട്ടിങ്ങിന് ഞങ്ങൾ ഇവിടെ ഉള്ളൊരു ആള്, പേര് ഞാൻ ഇപ്പൊ പറയില്ല, പേര് പറയാം, ഇയാളെ മാതിരി നമ്മൾ പറയണ്ടല്ലോ. ഇവിടെ ഈ പന്തയും മില്ലുമ്പളിക്കതാ അവിടെ തന്നെയാണ് പാപ്പാടത്തിൽ അവര് കുടുംബത്തിലേക്കൊക്കെ വന്ന്. അപ്പൊ അവര് ചോദിച്ചു, നിങ്ങൾ ഈ തങ്ങളെ കുട്ടി ഇവിടുത്തെ തങ്ങളെ കൂട്ടത്തിലല്ലേ വളർന്നത്, അവരല്ലേ വളർത്തിയത്, നിങ്ങളെന്താ അവിടെ ഉമ്മ അവിടെ ഉണ്ടല്ലോ, അങ്ങോട്ടെന്താ പോവാത്തത് നിങ്ങൾ ചോദിച്ചപ്പോ പറയാണ്, ഞാൻ അവരുമായിട്ടൊരു അഭിപ്രായ വ്യത്യാസത്തിലാണ്. ശരിയാണ്, ഇന്നിട്ട് ഹാമിദ് പ്രശ്നമുണ്ട്, പക്ഷെ എന്റെ ഉമ്മാനായിട്ട് പ്രശ്നമില്ല. എന്റെ ഉമ്മാനെ ഒന്ന് കണ്ടൂടെ? എന്നിട്ടുള്ള പ്രശ്നം എന്താണ്, ആ ഒരു കല്യാണം മുടക്കിയത്. ഞാൻ മുടക്കിയത് തന്നെയാണ്. എന്തിനാണ് ഈ നാട്ടുകാരുടെ വെള്ള പെൺകുട്ടികളൊക്കെ കിട്ടാനാ? അതൊക്കെ പറ്റുമോ? അതൊക്കെ നടക്കുന്ന സംഭവം.
അപ്പൊ അത് ഞാൻ എന്ത് ചെയ്തു, ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതം നഷ്ടപ്പെടുന്നതിന് വേണ്ടിട്ട് എന്ത് ചെയ്തു, ഞാൻ ഇതായി കളഞ്ഞു. നിങ്ങൾക്ക് അറിയുന്ന യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെ ആളുകൾ ചിലപ്പോ കണ്ടിട്ട് ചെയ്യുന്നവര് ഇതൊക്കെ വെറുതെ സ്റ്റോറി പറയാണ്, കഥ അല്ലല്ലോ, തെളിവുണ്ട്, സാക്ഷികളുണ്ട്. ആർക്കും എപ്പോഴും എന്റെ നമ്പർ കൊടുത്തോളി, വന്നു കഴിഞ്ഞാണ്ടല്ലോ ഞാൻ വെറുതെ വെറുവാക്ക് പറയല്ല. ആർക്കും എന്തുണ്ട്, അതായത് നൂർ ഹബീബിന്റെ മുത്തുമണികളോടാ പറയുന്നത്. അതായത് മുത്തുമണികളാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെതിരെ നമുക്ക് എന്ത് ചെയ്യണത്, കമന്റ് ഇടണത്. അതൊക്കെ നുണ പറയാണ്. ഞങ്ങളെ തങ്ങളിപ്പോ അങ്ങനത്തെ ആളല്ല, ഞങ്ങളെ തങ്ങളിപ്പോ എന്ത് ചെയ്താലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. കുറെ എത്തിയും കുട്ടികളെ കെട്ടിച്ചു വിടുന്നുണ്ടല്ലോ, കുറെ ആൾക്ക് വീട് കയറ്റി കൊടുക്കുന്നുണ്ടല്ലോ. അതിന് ഉദാഹരണം എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ പറയുന്നില്ല, അത്രയും കുറച്ച് മോശമാണ് ഉദാഹരണം. അദ്ദേഹത്തിന്റെ ഒരു സ്ത്രീകളോടുള്ള പെരുമാറ്റത്തിൽ അത് ഞങ്ങളോട് പറഞ്ഞാല് മൊത്തത്തിൽ ഇയാളൊരു സംസാരം എന്ന് പറഞ്ഞാല് ഒരു എക്കിളിപ്പെടുത്തിയിട്ടുള്ള സംസാരങ്ങളാണ്. അതായത് പെണ്ണുങ്ങൾ ഇഷ്ടപ്പെടും, ആണുങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ കഴിയില്ല. അപ്പോ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് പറയാനുള്ളത് അല്ലെ. പിന്നെ കുറെ കാര്യങ്ങൾ ഇദ്ദേഹം മനഃപൂർവ്വം പറയാതിരിക്കുകയാണ്. കാരണം നമുക്ക് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. കാരണം തങ്ങൾ എന്നുള്ള രീതിയിൽ ഇദ്ദേഹത്തിന്റെ ഒരു സ്റ്റാൻഡേർഡ് വെച്ച് പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി ഞാൻ പറയാണ്ട് അത് എന്ത് ചെയ്യണം, ഈ നൂർ ഹബീബിന്റെ മുത്തുമണികൾ എന്ത് ചെയ്യണം, നിങ്ങളെ നേതാവിനോട് പറയാം, ഇങ്ങനെ ഒരാൾ നിങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ പറയണ്ടല്ലോ, പിന്നെയും പിന്നെ നിങ്ങൾ കേസ് കൊടുത്തിട്ടും ഇയാളെന്താ മിണ്ടാതിരിക്കാത്തത്? അപ്പൊ എന്ത് ചെയ്യട്ടെ, നിങ്ങൾ ചെല്ലിയും ഇയാൾ പറയണ്ടല്ലോ, നിങ്ങളെ വെല്ലുവിളിക്കണ മാതിരി ഇയാൾ പറയണ്ടല്ലോ, നിങ്ങൾ ആരോ ചെന്നിട്ട് അന്ന് നിങ്ങൾ യൂട്യൂബർമാരിന്റെ മുന്നിൽ വരും. ഇയാൾ ഇരിക്കുന്ന സമയത്ത് ഇയാളിന്റെ മുന്നിൽ വരികയാണെന്നുണ്ടെങ്കിൽ അന്ന് തെളിവുകൾ, സാക്ഷികൾ ആയിട്ട് ഞാൻ വിടുത്തും. പല ആളുകളെ അയാൾ വെല്ലുവിളിച്ചു. ഹൈദർ പൈസ വാങ്ങി, ശരി, ഇന്നാണ് എനിക്കിത് മനസ്സിലായത്. ഹൈദർ പൈസ വാങ്ങിയിട്ടുണ്ടാവും, എന്റെ ഫോൺ ഹൈദർ എടുക്കണില്ല. ഹൈദർ പൈസ വാങ്ങിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, അതെനിക്കറിയില്ല. അതിനപ്പുറം ഈ പറഞ്ഞ പോലെ ഹൈദറിനെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഹൈദറിന്റെ കാര്യം എനിക്ക് 100% ഉറപ്പിച്ച്, അതായത് ഉറപ്പിച്ച് പറയാൻ പറ്റാത്തതുകൊണ്ടല്ല, മറ്റൊരാളുടെ കാര്യം നമുക്ക് 100% പറയാൻ പറ്റില്ലല്ലോ. അതിന്റെ അപ്പുറം തുടക്കം മുതലേ പറയുന്നുണ്ട് ഹൈദർ പൈസ വാങ്ങി, ഈ വിമർശിക്കുന്ന ആളുകൾ പൈസ വാങ്ങി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഹൈദറിന്റെയും എന്റെ ഒക്കെ പേരില് ഇങ്ങനെ പറയുന്ന സമയത്ത് ഈ പൈസ കൊടുത്തു എന്നുള്ളത് ഇദ്ദേഹത്തിന് ഒരു മോശമാണ്. നമ്മൾ പൈസ വാങ്ങി എന്ന് പറയുന്ന സമയത്ത് ഇദ്ദേഹത്തെക്കാൾ കൂടുതൽ ജനങ്ങൾ ഞങ്ങളെ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളത് അതിന്റെ അർത്ഥം. ആ ഒരു വിശ്വാസങ്ങൾ നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം പല കളികളും കളിക്കും. പല ആളുകളും, അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വിമർശിക്കുന്ന ആളുകൾക്കല്ല, വിമർശിക്കുന്ന ആളുകൾ കുറെ ആൾക്കാർ നമ്മൾ വിമർശിച്ച സമയത്ത് വീഡിയോ ഇട്ടതൊക്കെ വീഡിയോ എല്ലാം പോയി പേജ് അടക്കം പോയ ആളുകളുണ്ട്, യൂട്യൂബ് ചാനൽ ഒഴിവാക്കി പോയ ആളുകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വിമർശിക്കുന്ന സമയത്ത് അനുകൂലിച്ചുകൊണ്ട് 2 ലക്ഷം രൂപ വരെ വാങ്ങി വീഡിയോ ചെയ്ത ആളുകളുണ്ട്. ചാനലിന്റെ പേര് ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ ഇയാളെ കയ്യിൽ 5000 രൂപ മുതൽ 2 ലക്ഷം 3 ലക്ഷം രൂപ വരെ വാങ്ങിയിട്ട് ഇയാളെ വെളുപ്പിച്ച് വീഡിയോ ഇടുന്ന ആളുകളുണ്ട്. പൈസ ഉണ്ടാക്കുന്നത് അവരാണ്. ചാരിറ്റി തട്ടിപ്പുകൾക്കെതിരെ വിമർശിക്കുന്ന സമയത്ത് ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ പൈസ വാങ്ങിയത്. അതായത് പൈസ ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ നേരെ ചാരിറ്റി ചെയ്താൽ മതി. തട്ടിപ്പ് നടത്തുന്ന ആളുകളെ കുറിച്ച് നമുക്ക് തുറന്നു കാണിക്കണമെന്നുണ്ടെങ്കിൽ ഈ തട്ടിപ്പ് എങ്ങനെ നടത്താമെന്നുള്ളത് നമുക്കറിയണമല്ലോ. ആത്മീയ ചൂഷണത്തെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ആത്മീയ ചൂഷണം എങ്ങനെ നടത്താമെന്ന് നമുക്കറിയാലോ. അപ്പൊ പൈസ ഉണ്ടാക്കാനുള്ള ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഈ തട്ടിപ്പുകാരുടെ കൂടെ അല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ ഒരു തട്ടിപ്പ് ചെയ്യുക എന്നുള്ളതല്ലേ. അപ്പൊ വരുന്ന പൈസക്ക് കയ്യും കണക്കുണ്ടാവില്ല. ചാരിറ്റിക്കെതിരെ വിമർശിച്ചിട്ട് എത്ര ഉണ്ടാക്കാൻ പറ്റും, എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? കാരണം ചാരിറ്റിക്കെതിരെ വിമർശിക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന തെറിയാണ്, നമുക്ക് വരുന്ന കല്ലേറാണ്. നമ്മൾ ഓരോ ആളുകളുടെയും സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്ന സമയത്ത് അവരുടെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ആളുകൾ നമ്മൾ വന്നിട്ട് തെറിയ അഭിഷേകം നടത്തുകയാണ്. മാത്രമല്ല നമ്മളെ സമൂഹത്തിൽ ഒരു അധികൃതരായിട്ട് മാറ്റി നിർത്തുന്ന പല കാര്യങ്ങളിലേക്കും നമുക്ക് സ്വീകാര്യത കിട്ടാത്തൊരവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതേസമയത്ത് ഈ തട്ടിപ്പ് നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്ര തുറന്നു കാണിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള സ്വീകാര്യതയിലോ അവരുണ്ടാക്കുന്ന ഒരു പണം ഉണ്ടാക്കുന്ന കാര്യത്തിലൊന്നും ഒരു കുറവോ കാര്യങ്ങളോ വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ പണം ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന തട്ടിപ്പ് ചെയ്യാൻ പറ്റാത്ത ആളുകളൊന്നുമില്ലല്ലോ. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ തട്ടിപ്പ് നടത്താൻ പറ്റും. പക്ഷെ സമൂഹത്തെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ആളുകളെ തുറന്നു കാട്ടുന്നതിൽ ഒരു സന്തോഷം കണ്ടെത്തുന്നുണ്ട്. അത്തരം ആളുകളെ സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരുന്നതിൽ ഒരു ചാരിതാർത്ഥ്യമുണ്ട്. അതിന്റെ പേരിൽ ഇനി എത്ര തെറിവിളി കേട്ട് കഴിഞ്ഞാലും എത്ര ചീത്ത കേട്ട് കഴിഞ്ഞാലും പിന്മാറാതെ. ഹൈദറിനെ സംബന്ധിച്ചിടത്തോളം ഹൈദർ റെഗുലർ ആയിട്ട് കുറെ ആയിട്ട് വീഡിയോ ഇടുന്നത് കുറവാണ്. ഞാനിതിനൊരു പ്രൊഫഷണൽ ആയിട്ട് കാണുന്ന ആളാണ്. അല്ല, ഹൈദർ പൈസ വാങ്ങിയതാണ് ഇപ്പൊ എനിക്ക് മനസ്സിലായി. കാരണം ഹൈദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇയാളെ പരിചയപ്പെട്ടതെന്ന് പറഞ്ഞാല് ഒരു 2 വർഷം മുമ്പാണ്. ഞാൻ ഒരൊറ്റ വട്ടം ഇയാളെ നേരിട്ടിട്ടുള്ളൂ. ഈ ഹാമിദിന്റെ വിഷയം ഇങ്ങനെ കത്തിക്കാനുള്ള സമയത്താണ് എന്ത് ചെയ്തത്, ഇയാളുമായി ബന്ധപ്പെട്ട ആളുകൾ ആരെങ്കിലും ഉണ്ടോ എന്ന് വെച്ചിട്ട് ഒരു മെസ്സേജ്. കാരണം എനിക്ക് അന്ന് ഇയാൾ ഇവിടെ വന്നിട്ട് എന്റെ അമ്മ പറഞ്ഞത് എനിക്ക് ഭയങ്കര സങ്കടമായി. ഹാമിദ് ഇവിടെ വന്നിട്ട് ഇങ്ങോട്ട് വീട്ടിൽ വന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കൊരു സങ്കടം ഉണ്ടാവില്ലേ. അങ്ങനെയാണ് ഈ ഫേസ്ബുക്കിലെ ഹൈദർ ഓരോ കാര്യം. അങ്ങനെയാണ് ഹൈദറിന് ഞാൻ മെസ്സേജ് അയക്കുന്നത്. അങ്ങനെയാണ് ഹൈദർ എന്ത് ചെയ്തത്, എനിക്ക് നമ്പർ തന്നിട്ട് അങ്ങനെയാണ് ഇയാളത് 2 ഫോട്ടോ ഞാൻ എന്ത് ചെയ്തത്, 2-3 ഫോട്ടോ ഞാൻ ഹൈദറിന് അയച്ചു കൊടുത്തിരുന്നു. ആര്, ഹാമിദിന്റെ. അങ്ങനെ ഒരു ബന്ധം. പക്ഷെ ഈ ഹാമിദ് എന്താ പറഞ്ഞത്, ഹൈദറും എന്റെ ഉസ്താദിന്റെ മക്കളും കൂടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, പിന്നെ എന്നെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. പക്ഷെ എന്റെ കയ്യിൽ നിന്ന് ഹൈദർ പൈസ വാങ്ങി പറയുമ്പോ ഞാൻ അതിൽ ഉൾപ്പെട്ടല്ലോ. പക്ഷെ ഞാൻ ആരുടെ പൈസ വാങ്ങിയിട്ടില്ല. ഉണ്ടെങ്കിൽ ഹാമിദെ മുന്നിൽക്ക് വാ, ഇവിടെ വന്നിട്ട് തെളിയിക്ക്, അല്ലെങ്കിൽ അവിടെ കൊടക്കാടേക്ക് ഞാൻ വരാം, ഞാൻ ആരുടെ പൈസ വാങ്ങിയത്, എനിക്ക് ആരെ തന്നത്, അല്ലെ? 2 മാർഗത്തിലൂടെ പൈസ കൊടുക്കാൻ ഒന്ന് ക്യാഷ് ആയിട്ട്, ഒന്ന് അക്കൗണ്ട് മുഖേന. അതേസമയം ഹാമിദിനെ വിളിപ്പിക്കാൻ വേണ്ടിയിട്ട് അനുകൂലിക്കാൻ വേണ്ടിയിട്ട്
വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പണം വാങ്ങിയിട്ടുള്ള ആളുകളുടെ കൃത്യമായിട്ടുള്ള തെളിവുകൾ, അതിലൊരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സംശയം ഉന്നയിക്കുകയാണെന്നുണ്ടെങ്കിൽ പണം വാങ്ങി വീഡിയോ ചെയ്തതിന്റെ കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് പറ്റും. നമ്മൾ ഈ പറയുന്ന പോലെ ഈ തെളിവുകൾ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതല്ല. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് എന്ത് ചെയ്താൽ മതി, എനിക്ക് പുറത്തിരുന്ന് പറയാം. പക്ഷെ നിങ്ങൾ പറയുന്ന സമയത്ത് അതിനൊരു ആധികാരികത ഉണ്ട്, അത് തെളിയിക്കാൻ നിങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പൊ ഈ ഇവിടെ ഇരുന്ന് പറഞ്ഞതൊക്കെ അല്ലേ പൂർണ്ണ 100% അടുത്ത് ഇന്ന് തെളിവ് നശിച്ചിട്ടില്ല, തെളിവുണ്ട് എന്റെ അടുത്ത്. പിന്നെ ഇനി ആള് നൂറ ഹബീബിന്റെ മുത്തുമണികൾ പറയാണ് ഇത് ഫോട്ടോ വേണ്ട, ഇതൊക്കെ എഡിറ്റ് ചെയ്താന്ന് പറഞ്ഞാല് ഇതിന് ജീവിച്ചിരിക്കണ ഈ ഹാമിദിന്റെ കയ്യിൽ നിന്ന് ഈ പറയുന്ന വെളുപ്പിക്കുന്ന വ്ളോഗേഴ്സ് വാങ്ങിയിട്ടുണ്ടെങ്കിലും ഹൈദർ വാങ്ങിയിട്ടുണ്ടെങ്കിലും ഞാൻ വാങ്ങിയിട്ടുണ്ടെങ്കിലും ഇദ്ദേഹം വാങ്ങിയിട്ടുണ്ടെങ്കിലും ഒക്കെ തെളിയിക്കാം. അതോടൊപ്പം തന്നെ ഇദ്ദേഹം തന്നെ പറയാണ് ഈ വിമർശകരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ എന്റെ അടുത്ത് പണം വാങ്ങിച്ചു കൊണ്ടുപോകുന്നു എന്ന് ഇദ്ദേഹം തന്നെ പറയുന്ന സമയത്ത് ഈ മുത്തുമണികൾ ചിന്തിക്കുക ഇദ്ദേഹത്തിന് എന്ത് കറാമത്താണുള്ളത്, ഇദ്ദേഹം എന്തിനാണ് ഇവർക്ക് പണം കൊടുക്കുന്നത്? കാരണം ഈ പാസ്പോർട്ടൊക്കെ ഇല്ലാത്ത ആളുകൾ ചെല്ലുന്ന സമയത്ത് ഊതി കൊടുക്കാന്ന് പറഞ്ഞ പാസ്പോർട്ടൊക്കെ, അതുപോലെ തന്നെ ജയിലിൽ കിടക്കുന്ന ആളുകളെ ഊതി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി എറണാകുളത്തേക്ക് വണ്ടി കയറി പോകുന്നത്. എന്റെ അടുത്ത് വന്നു, ഞാൻ മറ്റേ ഊതി കൊടുത്തു, അപ്പൊ തന്നെ കോടതിയിൽ നിന്ന് വിളി വന്നു എന്നാ പറഞ്ഞത്. കോടതിയിൽ നിന്ന് വിളി വന്നു, കോടതിയിൽ നിന്ന് കോൾ വന്നേ, ഈ കേസിൽ നിങ്ങൾ വെറുതെ വിട്ടു. അപ്പൊ അങ്ങനെ പറയുന്ന വ്യക്തി ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരുന്ന മുത്തുമണികൾക്കൊക്കെ കറാമത്തിലൂടെ കോടതി വിധികളും പാസ്പോർട്ടും ലൈസൻസും ഷിഫയും ഒക്കെ കൊടുക്കുന്ന ആള് ഫിസിക്കലായിട്ട് എറണാകുളത്തേക്ക് പോകേണ്ട അവസ്ഥയാണ് കേസ് കൊടുക്കാൻ വേണ്ടി. ഇദ്ദേഹത്തിന് എന്ത് കറാമത്തുണ്ട് എന്നുള്ളത് ഈ മുത്തുമണികൾ കൃത്യമായിട്ട് ചിന്തിക്കുക. ഇദ്ദേഹത്തിന്റെ മാത്രമല്ല കേട്ടോ, നമ്മളൊരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ പറയുകയാണ്, ഇതുപോലെ ഒരുപാട് ആത്മീയ ചൂഷകരായിട്ടുള്ള ആളുകളുണ്ട്. അത്തരം ആളുകളെ വെച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, കുറെ വ്ളോഗർമാരുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് മജ്ലിസ് നടത്തുന്ന സംഘാടകരായിട്ടുള്ള ആളുകളുണ്ട്, ഇവരുടെ മുത്തുമണികളായിട്ടുള്ള ആളുകളുണ്ട്, ഇവരുടെ അഡ്മിന്മാരായിട്ടുള്ള ആളുകളുണ്ട്. ഇതൊക്കെ ഒരു ധനസമ്പാദനത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. അവർ പറയുന്ന കറാമത്ത് കഥകളും കേട്ട് വിശ്വസിച്ച് അവിടെ പോകുന്ന ആളുകൾ സ്വർണവും പണവും ഒക്കെ കൊടുക്കുന്ന സമയത്ത് അത് എങ്ങോട്ടേക്കാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. വീണ്ടും ഞാൻ പറയാണ്, ഇപ്പോ പല ആളുകളും ഈ വീഡിയോ വന്നു കഴിഞ്ഞാൽ കമന്റുകൾ ശ്രദ്ധിക്കണം. ഈ ഹാമിദിന്റെ മുത്തുമണികൾ എന്ത് ചെയ്യും വന്നിട്ട് പലതും പറയും. അപ്പൊ ഞാൻ പറയാണ് ഞാൻ ഈ വീഡിയോ ഇത്രയും കാലം ഇട്ടിട്ടില്ല, ഇയാളത്തൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ പറയാനുള്ള ഞാൻ ഇന്നെ ഉൾപ്പെടുത്തിയിട്ട് ഹാമിദ് പറയാൻ ഞാൻ ഹാമിദിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി, ഞാനാണ് ഹാമിദിന്റെ പതനം ആഗ്രഹിച്ച് നടക്കുന്ന ആള്. അപ്പൊ ഈ ഇല്ലാത്തത് എന്നെ പറ്റി പറഞ്ഞപ്പോ എന്റെ നാട്ടിലുള്ള ആളുകളുടെ എന്റെ സുഹൃത്തുക്കൾ ചോദിച്ചു, നിങ്ങളെ പറ്റിയിട്ടാണല്ലോ ഈ ഹാമിദ് നൂർ ഹബീബിലുള്ള ഹാമിദ് ഇങ്ങനെ പറയും, നിങ്ങൾ അയാളെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ടോ, നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിയിട്ടുണ്ടോ, നിങ്ങൾ ഉണ്ടാതിരിക്കണം എന്താന്ന് ചോദിക്കണേ. അപ്പൊ ഓലിങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് അവരോട് മറുപടി പറയണ്ടേ. അപ്പൊ അതിനാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇപ്പൊ ഇത്രയും കാലം ഞാൻ ഉണ്ടായിരുന്നിട്ട് ഇപ്പൊ ഞാൻ ഇത് പറയുന്നത് എന്താ, അല്ല ഞാൻ ഇവനോടുള്ള അസൂയകളോ ഇതൊന്നും എനിക്കൊന്നുമില്ല. ഇയാൾ എന്തോ ആയിക്കോട്ടെ, എങ്ങനെ നടന്നോട്ടെ, എനിക്കെന്താ പ്രശ്നം, ഒരു പ്രശ്നമില്ല. ഞാൻ എന്റെ കുടുംബം ഞങ്ങളെ വീടൊക്കെ ഞങ്ങൾക്ക് അൽഹംദുലില്ലാ ഒരു കുഴപ്പമില്ല. ഈ ആളുകളെ പറ്റിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ്. സത്യാവസ്ഥ തുറന്നു പറയാ എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. സത്യാവസ്ഥ തുറന്നു പറയുന്ന ആളുകളാണ് എല്ലാ നിരക്കും ഈ തെരുവിളി കേൾക്കണ്ടും അവസാനം പഴയ കേൾക്കണ്ടോ ഇത് കേൾക്കണ്ടോ ഒക്കെ ആളുകളാണ്. ഈ വിഷയത്തിൽ എന്തോ തെരുവ് പറഞ്ഞാലും നമുക്ക് പ്രശ്നമില്ല. പക്ഷെ കമന്റിലൂടെ കേട്ടോ നേരിട്ട് മുന്നിൽ വന്നിട്ട് തെരുവ് വരാന്നുണ്ടെങ്കിൽ അപ്പൊ അതിന് ഇൻഷാല്ലാഹ് അതേമാതിരി തന്നെ ഞാൻ അധികം പ്രതികരിക്കും. അത് വേറെ വിഷയം. നമ്മള് അങ്ങനെ ഉണ്ടായിരിക്കൊന്നുമില്ല. അപ്പൊ അത്രയൊക്കെ പറയാനുള്ളൂ.